ഹായ് ഓൾ, വെൽക്കം ടു ടെക് PSC. നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡിജിറ്റൽ ഇലക്ട്രോണിക്സിലെ നമ്പർ സിസ്റ്റം എന്ന ഭാഗമാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്പർ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഒരു ക്വാണ്ടിറ്റിയെ അല്ലെങ്കിൽ ഒരു ഇൻഫോർമേഷനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സെറ്റ് ഓഫ് വാല്യൂസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഒരു നമ്പർ എന്ന് പറയുമ്പോൾ എന്താണ്? കളക്ഷൻ ഓഫ് ഡിജിറ്റ്സ് ആണ്. അതിൽ രണ്ട് പാർട്സ് ഉണ്ടാവും, ഇൻഡിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഈ ഇൻഡിജർ പാർട്ടിനെയും ഫ്രാക്ഷണൽ പാർട്ടിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പോയിന്റിനെയാണ് നമ്മൾ റാഡിക്സ് പോയിന്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഒരു ജനറൽ ഫോം ഓഫ് റെപ്രസെന്റേഷൻ കൊടുത്തിട്ടുണ്ട്. an-1, an-2 etc. up to a0, point a-1, a-2 etc. up to a-1 to the base r. ഇവിടെ r എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ഈ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സിനെയാണ് r എന്ന ലെറ്റർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്ത n എന്ന് പറയുന്നത് ഇൻഡിജർ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് അതിനെ സൂചിപ്പിക്കുന്നതാണ് n. ദെൻ m റെപ്രസെന്റ് ചെയ്യുന്നത് ഫ്രാക്ഷണൽ പാർട്ടിൽ എത്ര നമ്പർ ഓഫ് ഡിജിറ്റ്സ് ഉണ്ട് അതിനെയാണ് m റെപ്രസെന്റ് ചെയ്യുന്നത്. ഇവിടെ ഈ an-1 എന്ന് പറയുന്നതാണ് ഈ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ മോസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. a-m എന്ന് പറയുന്നതാണ് ലീസ്റ്റ് സിഗ്നിഫിക്കന്റ് ഡിജിറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്, കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് എന്താണ്? ബേസ് അല്ലെങ്കിൽ റാഡിക്സിനെ റെപ്രസെന്റ് ചെയ്യുന്ന നൊട്ടേഷൻ r ആണ് അല്ലെ. അപ്പോൾ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് അല്ലെങ്കിൽ റാഡിക്സ് എന്ന് പറയുന്നത് ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ എത്ര നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് എന്ന് പറയുമ്പോൾ ക്യാരക്ടേഴ്സ് ആവാം, നമ്പേഴ്സ് ആവാം. അപ്പൊ എത്ര നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ബേസ് അല്ലെങ്കിൽ റാഡിക്സ് ഡിഫൈൻ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് r ആണെങ്കിൽ അതിൽ എത്ര നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം? 0 to r-1 നമ്പർ ഓഫ് ഡിഫറെന്റ് സിമ്പിൾസ് നമുക്ക് ആ ഒരു നമ്പർ സിസ്റ്റത്തിൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു ബേസ് r ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിന്റെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? r-1 ആയിരിക്കും. 0 to r-1 നമ്പർ അല്ലേ നമുക്ക് അതിൽ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ അതിന്റെ ലാർജസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? r-1 ആയിരിക്കും. ഇനി നമുക്ക് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റത്തിലോട്ട് പോവാം. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് നമ്പർ സിസ്റ്റം ഉണ്ട്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ബൈനറി നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ ഈ ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റം ആണ് എന്ത്? ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പൊ നമുക്കറിയാം അതിൽ ഏതൊക്കെ ഡിഫറെന്റ് സിമ്പിൾസ് അല്ലെങ്കിൽ ഡിഫറെന്റ് നമ്പേഴ്സ് യൂസ് ചെയ്യാൻ ചോദിച്ചാൽ 0 to r-1. ഇവിടെ r എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ 0 to 2-1 എന്ന് പറയുമ്പോൾ 0 to 1. അപ്പൊ ഇവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0,1 ആണ്. അപ്പം ഈ ഒരു ബേസ് 2 അല്ലെങ്കിൽ റാഡിക്സ് 2 ആയിട്ടുള്ള നമ്പർ സിസ്റ്റത്തിൽ നമ്മൾ യൂസ് ചെയ്യുന്ന രണ്ട് നമ്പേഴ്സ് എന്ന് പറയുന്നത് 0 and 1 ആണ്. ഈ നമ്പേഴ്സിനെ നമ്മൾ പറയുന്ന പേരാണ് ബിറ്റ്സ്. ഓർത്തിരിക്കുക, ഈ 0 and 1നെ നമ്മൾ പറയുന്ന പേരെന്താണ്? ബിറ്റ്സ് എന്നാണ് പറയുന്നത്. അപ്പം ഒരു 4 ബിറ്റ് ചേരുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നമ്പർ സിസ്റ്റത്തിൽ 4 ബിറ്റ്സ് ചേരുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് നിബിൾ. 8 ബിറ്റ്സിനെയാണ് നമ്മൾ 1 ബൈറ്റ് എന്ന് പറയുന്നത്. ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിൽ നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്, ഇൻഡിജർ പാർട്ടും ഉണ്ട്. അപ്പൊ അതിന്റെ ഓരോ പൊസിഷന്റെയും പൊസിഷണൽ വെയിറ്റ് പറയുകയാണെങ്കിൽ ഇൻഡിജർ പാർട്ടിന്റെ പൊസിഷൻ വെയിറ്റ്സ് ആണ് 2⁻0, 2⁻1, 2⁻2 എക്സെട്ര. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ്സ് ചോദിച്ചാൽ എന്താണ്? 2⁻−1, 2⁻−2, 2⁻−3 ആൻഡ് സോ ഓൺ ആണ്. അപ്പൊ നമുക്കത് നോക്കാം എങ്ങനെയാണ്. ഇപ്പൊ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്, ബൈനറി നമ്പർ 1101. അപ്പൊ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഡെസിമലിലോട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യണം. ഏതൊരു നമ്പർ സിസ്റ്റം ആവട്ടെ, ഏതൊരു ബേസ് r സിസ്റ്റത്തിനെയും ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊസിഷണൽ വെയിറ്റ് കൊണ്ട് വെയിറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താൽ മതി. അപ്പൊ ഇവിടെ നമ്മുടെ ബൈനറി നമ്പർ സിസ്റ്റം ആണ്. നമ്മൾ പറഞ്ഞു ബൈനറി നമ്പർ സിസ്റ്റത്തിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയാണ്? ഇൻഡിജർ പാർട്ട് ആണെങ്കിൽ 2⁻0, 2⁻1, 2⁻2 അങ്ങനെ പോകും. ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ 2⁻−1, 2⁻−2, 2⁻−3 ആ ഒരു രീതിയിലാണ് പോകുന്നത്. അപ്പൊ ഈ ഒരു നമ്പറിന്റെ പൊസിഷണൽ വെയിറ്റ് നമുക്ക് എഴുതാമല്ലോ. 2⁻0, 2⁻1, 2⁻2, 2⁻3. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഏതൊരു നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. പൊസിഷണൽ വെയിറ്റ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താൽ മതിയല്ലോ. അപ്പൊ അത് നമ്മൾ എങ്ങനെ എഴുതാം? 1 × 2⁻3
plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0. അപ്പൊ ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? 8. 1 into 2 raised to 3 എന്ന് പറയുന്നത് 8 ആണ് അല്ലെ? 8 plus 4 plus 0 plus 1 which is equal to 13. അപ്പം 1101 എന്ന ബൈനറി നമ്പറിനെ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 13. ഇവിടെ എന്താണ് ബേസ്? ബൈനറി നമ്പർ എന്ന് പറയുമ്പോൾ ബേസ് 2 സിസ്റ്റം ആണ്. ഡെസിമൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് 10 ആണ്. അതാണ് 13 to the base 10 എന്ന് റെപ്രസെന്റ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഒക്ടൽ നമ്മൾ ഫസ്റ്റ് പഠിച്ച നമ്പർ സിസ്റ്റം എന്തായിരുന്നു? ബൈനറി നമ്പർ സിസ്റ്റം ആയിരുന്നു. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഒക്ടൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ ഒക്ടൽ നമ്പർ സിസ്റ്റം നോക്കിക്കേ. ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് വാല്യൂ എന്ന് പറയുന്നത് r is equal to 8 ആണ്. അപ്പൊ ഇവിടെ എത്ര നമ്പർ ഓഫ് സിംബൽസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും? 0 to r minus 1 that is 0 to 7. അപ്പൊ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിജിറ്റ് ഏതാ? 0 1 2 3 4 5 6 and 7 ആണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ഇവിടുത്തെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? r minus 1 which is equal to 7 ആണ്. ഈ ഒരു നമ്പർ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് ഇൻ ഒക്ടൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത് ഈക്വൽ ടു 7 ആണ്. ഇവിടുത്തെ പൊസിഷണൽ വെയിറ്റ് എന്താണ്? ഇന്റിജർ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് ബേസ് 8 സിസ്റ്റം ആയതുകൊണ്ട് തന്നെ പൊസിഷണൽ വെയിറ്റ് 8 raised to 0, 8 raised to 1, 8 raised to 2 and so on. And fractional പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയാണ്? 8 raised to minus 1, 8 raised to minus 2, 8 raised to minus 3 and so on ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഒരു ഒക്ടൽ നമ്പർ തന്നിട്ടുണ്ട് 124. അപ്പൊ ഒക്ടൽ നമ്പർ 124 to the base 8. ഇതിനെ നമുക്ക് എന്തിലോട്ടാ കൺവേർട്ട് ചെയ്യണ്ടേ? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഞാൻ പറഞ്ഞു ഒരു നമ്പർ സിസ്റ്റം ടു ദ ബേസ് ആർ, ഏതൊരു നമ്പർ സിസ്റ്റം ആയാലും അതിനെ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? വെയിറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്താൽ മതി. അപ്പം ഇവിടെ ഒക്ടൽ നമ്പർ സിസ്റ്റം ആകുമ്പോൾ പൊസിഷണൽ വെയിറ്റ് എന്ന് പറയുന്നത് 8 raised to 0, ഇന്റിജർ പാർട്ടിന്റെ 8 raised to 0, 8 raised to 1, 8 raised to 2 and so on. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ എങ്ങനെ വരും? 8 raised to minus 1, 8 raised to minus 2, 8 raised to minus 3 and so on എന്ന് വരും. അപ്പൊ ഇവിടെ ഇന്റിജർ പാർട്ട് മാത്രമേ ഉള്ളൂ, ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. അപ്പൊ പൊസിഷൻ വെയിറ്റ് എടുക്കുമ്പോൾ എങ്ങനെ വരും? 8 raised to 0, 8 raised to 1, 8 raised to 2 അങ്ങനെ വരും. അപ്പൊ നമ്മൾ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? 1 into 8 square plus 2 into 8 raised to 1 plus 4 into 8 raised to 0. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ കിട്ടുന്നത്? 64 plus 16 plus 4 equal to 84. അപ്പൊ നമുക്ക് ഒരു ഒക്ടൽ നമ്പറിനെ അതിന്റെ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 124 to the base 8 is equal to എന്തെന്ന് കിട്ടി? 84 to the base 10 എന്ന് കിട്ടി. അപ്പൊ നമ്മൾ ബൈനറി നമ്പർ സിസ്റ്റം നോക്കി, ഒക്ടൽ നമ്പർ സിസ്റ്റം നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ പ്രത്യേകത എന്താണ്? അതിന്റെ ബേസ് വാല്യൂ എന്ന് പറയുന്നത്, ബേസ് എന്ന് പറയുന്നത് r is equal to 10 ആണ്. അപ്പൊ അവിടെ എത്ര നമ്പർ ഓഫ് സിമ്പിൾസ് നമുക്ക് യൂസ് ചെയ്യാം? 0 to r minus 1 that is 0 to 9 യൂസ് ചെയ്യാം. അപ്പൊ 0 1 2 3 4 5 6 7 8 9 ആണ്. അപ്പൊ ഇതിന്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്നത് 10 minus 1 which is equal to 9 ആണ് മാക്സിമം ഡിജിറ്റിന്റെ ഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ പൊസിഷണൽ വെയിറ്റ്സ് പറയുകയാണെങ്കിൽ ഇതൊരു ബേസ് 10 സിസ്റ്റം ആണ്. സോ ഇന്റിജർ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയാണ്? 10 raised to 0, 10 raised to 1, 10 raised to 2 and so on. ആൻഡ് ഫ്രാക്ഷണൽ പാർട്സിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയാണ്? 10 raised to minus 1, 10 raised to minus 2, 10 raised to minus 3 and so on ആണ് എന്താ ഫ്രാക്ഷണൽ പാർട്സിന്റെ പൊസിഷണൽ വെയിറ്റ്സ് വരുന്നത്. ഇനി ഇതിന്റെ റെപ്രസെന്റേഷൻ നമുക്ക് നോക്കാം. ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്. അപ്പൊ 1 2 3 4 എന്ന് പറയുന്നതാണ് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം. ഇതിനെ എങ്ങനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും? ഒരു ഡെസിമൽ നമ്പറിനെ നമുക്ക് എങ്ങനെ? 1234. അപ്പൊ ഇതിന്റെ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാമല്ലോ. പൊസിഷണൽ വെയിറ്റ് എന്താ? ഇന്റിജർ പാർട്ടിന്റെ 10 raised to 0, 10 raised to 1, 10 raised to 2 and 10 raised to 3. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 1 into 10 raised to 3 plus 2 into 10 raised to 2 plus 3 into 10 raised to 1 plus 4 into 10 raised to 0. അപ്പം എങ്ങനെ? 1 into 1000 plus 2 into 100 plus 3 into 10. ഇവിടെ തെറ്റുണ്ട്. 3 into 10 plus 4 into 10 raised to 0 1 എന്ന് വരും. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? 1000 plus 200 plus 30 plus 4.
1234 എന്ന് കിട്ടും. ഇങ്ങനെയാണ് എന്താണ് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഏതൊക്കെ നോക്കി? ബൈനറി നമ്പർ സിസ്റ്റം നോക്കി, ഒക്ടൽ നമ്പർ സിസ്റ്റം നോക്കി, ഡെസിമൽ നമ്പർ സിസ്റ്റം നോക്കി. ഇനി നമ്മൾ നോക്കാൻ പോകുന്നതെന്ന് പറയുന്നത് ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ ബേസ് എന്ന് പറയുന്നത് 16 ആണ്. സോ അവിടെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഡിഫറെന്റ് സിമ്പിൾസ് 0 to r-1, that is 0 to 15. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ 0 to 9 വരെ എഴുതിയിട്ട് എ എന്ന് പറയുന്ന 10ന് പകരം എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? എ, 11ന് പകരം ബി, 12ന് പകരം സി, 13ന് പകരം ഡി, 14ന് പകരം ഇ ആൻഡ് 15ന് പകരം എഫ്. ഇങ്ങനെയാണ് ഹെക്സാഡെസിമൽ റെപ്രസെന്റേഷൻ വരുന്നത്. സോ ഇവിടുത്തെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്ന 15 ആണ് അല്ലെ. 15 എങ്ങനെ റെപ്രസെന്റ് ചെയ്യാം? എഫ്. സോ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിന്റെ മാക്സിമം ഡിജിറ്റ് എന്ന് പറയുന്ന എഫ് ആണ്. ഇവിടുത്തെ വെയിറ്റ് ഇന്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇന്റിജർ പാർട്ടിന്റെ വെയിറ്റ്സ് എന്തൊക്കെയാണ് വരുന്നത്? 16 raised to 0, 16 raised to 1, 16 raised to 2 and so on. And fractional പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്തൊക്കെയാണ്? 16 raised to -1, 16 raised to -2, 16 raised to -3 and so on ആണ് ഫ്രാക്ഷണൽ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ് വരുന്നത്. ഇനി നമുക്ക് അതിന്റെ റെപ്രസെന്റേഷൻ നോക്കാം. ഒരു ഹെക്സാഡെസിമൽ തന്നിട്ടുണ്ട്, 1AF to the base 16. ഇനി അതിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമൽ നമ്പർ സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമ്മൾ പറഞ്ഞു ഏതൊരു നമ്പർ സിസ്റ്റം ആയാലും അതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇവിടെ ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് ഇവിടുത്തെ പൊസിഷണൽ വെയിറ്റ്സ് എങ്ങനെ വരും? 16 raised to 0, 16 raised to 1 and 16 raised to 2 എന്ന് വരും. അപ്പൊ അതിനെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 1 into 16 square plus a into 16 raised to 1 plus f into 16 raised to 0. സിംപ്ലിഫൈ ചെയ്യുക. 1 into 16 square plus a എന്ന് പറയുന്നത് ഈക്വൽ ടു 10 ആണല്ലോ, f എന്ന് പറയുന്നത് ഈക്വൽ ടു 15 ആണ്. അപ്പൊ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത്, മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്ന സമയത്ത് വിൽ ഗെറ്റ് 431. അപ്പൊ 1AF to the base 16 എന്ന ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 431 to the base 10 എന്ന് കിട്ടും. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം, നമ്പർ സിസ്റ്റം റെപ്രസെന്റേഷന്റെ എക്സാമ്പിൾസ്. അപ്പൊ നമ്മൾ പൊസിഷണൽ വെയിറ്റ് വെച്ചിട്ട് ആ നമ്പറിനെ നമുക്ക് റെപ്രസെന്റ് ചെയ്യാന്ന് പറഞ്ഞല്ലോ. ആദ്യത്തേതെന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. അപ്പൊ അതിന്റെ പൊസിഷണൽ വെയിറ്റ് വെച്ച് നമുക്ക് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10 raised to c, അല്ല, ഇവിടെ എന്താണ്? ഇന്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. അപ്പൊ ഇന്റിജർ പാർട്ടിന്റെ ആദ്യം എഴുതാം. ഇന്റിജർ പാർട്ടിന്റെ എഴുതുമ്പോൾ എങ്ങനെ വരും? 10 raised to 0, 10 raised to 1, 10 raised to 2 എന്ന് വരും. ഇനി അടുത്തത് നമുക്ക് ഫ്രാക്ഷണൽ പാർട്ടിന്റെ എടുക്കാം. ഫ്രാക്ഷണൽ പാർട്ടിന്റെ എടുക്കുന്ന സമയത്ത് ഇവിടെ എങ്ങനെ? ഫ്രാക്ഷണൽ പാർട്ടിന്റെ എടുക്കുന്ന സമയത്ത് 10 raised to -1, 10 raised to -2 ഈ ഒരു രീതിയിലാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 into 10 square plus 5 into 10 raised to 1 plus 6 into 10 raised to 0 plus 1 into 10 raised to -1 plus 2 into 10 raised to -2. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 234.14 to the base 10. അപ്പൊ ഇതെന്താണ്? ഇങ്ങനെയാണ് നമ്മൾ ഇത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് ഈ സെയിം നമ്പർ തന്നെ കിട്ടും, 256.12 to the base 10. ഈ നമ്പറിനെ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്നുള്ളതാ കാണിച്ചിട്ടുള്ളത്. അപ്പൊ ഇതൊരു ഡെസിമൽ നമ്പർ സിസ്റ്റം ആയതുകൊണ്ട് പൊസിഷണൽ വെയിറ്റ് വെച്ച് റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 10 raised to 0, 10 raised to 1, 10 raised to 2, 10 raised to -1, 10 raised to -2 ആ രീതിയിൽ വരും. അടുത്ത ക്വസ്റ്റ്യൻ ആണ് 234.14 to the base 10. അഗൈൻ സെയിം മാനറിൽ തന്നെയാണ്. ഇത് 10 raised to 0 വരും, ഇവിടെ 10 raised to 1, 10 raised to 2, ഇവിടുത്തെ പൊസിഷണൽ വെയിറ്റ് എടുക്കുമ്പോൾ 10 raised to -1, ഇവിടെ എടുക്കുമ്പോൾ 10 raised to -2. അപ്പൊ എങ്ങനെ എഴുതാം? 2 into 10 raised to 2 plus 3 into 10 raised to 1 plus 4 into 10 raised to 0 plus 1 into 10 raised to -1 plus 4 into 10 raised to -2. എങ്ങനെയാണ് നമുക്ക് ആ നമ്പറിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നത്? ഇനി അടുത്ത എന്താണ്? ഒരു ഒക്ടൽ നമ്പർ സിസ്റ്റത്തിന്റെ റെപ്രസെന്റേഷൻ ആണ് നോക്കുന്നത്. അപ്പൊ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ സാധിക്കുമല്ലോ. ഇവിടുത്തെ ബേസ് എന്താ വരുന്നത്? 8 ആണ് വരുന്നത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് പൊസിഷണൽ വെയിറ്റ് ഏതൊക്കെ? ഫ്രാക്ഷണൽ പാർട്ട് വരുമ്പോൾ 8 raised to -1, then 8 raised to -2, ഇവിടെ 8 raised to 0, 8 raised to 1, 8 raised to 2. അപ്പൊ എങ്ങനെ എഴുതാം? 3 into 8 raised to 2 plus 4 into 8 raised to 1 plus 6 into 8 raised to 0 plus 7 into 8 raised to -1 plus 1 into 8 raised to -2. ഇങ്ങനെയാണ് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഈ നമ്പർ തന്നെ നമുക്ക് കിട്ടും. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. അടുത്തതും ബേസ് 8 സിസ്റ്റം സെയിം മാനർ തന്നെയാണ്. ഇനി അടുത്തത് വരുമ്പോൾ ഒരു ബൈനറി നമ്പർ സിസ്റ്റം. ബൈനറി നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് 2 സിസ്റ്റം ആണ്. അപ്പൊ അതിന്റെ എങ്ങനെ എഴുതാം? ഇവിടെ 2 raised to 0,
2 raised to 1, 2 raised to 2, 2 raised to 3 and 2 raised to 4 എന്ന് വരും. ഇവിടെ വരുമ്പോൾ 2 raised to -1, 2 raised to -2 and 2 raised to -3. ഇനി പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തെടുക്കുമ്പോൾ 1 into 2 raised to 4 plus 0 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0 plus 1 into 2 raised to -1 plus 0 into 2 raised to -2 plus 1 into 2 raised to -3 എന്ന് വരും. ഇനി അടുത്ത എന്താണ്? ഒരു ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ആണ്. ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം എന്ന് പറയുമ്പോൾ ബേസ് 16. അപ്പൊ അതിന്റെ ഇന്റിജർ പാർട്ടിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എങ്ങനെ വരും? 16 raised to 0, 16 raised to 1, 16 raised to 2 and so on. And fractional part in the position weight എങ്ങനെ വരും? 16 raised to -1, 16 raised to -2, 16 raised to -3 and so on എന്ന് വരും അല്ലേ? അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം? 16 raised to 0, 16 raised to 1, 16 raised to 2, 16 raised to -1, 16 raised to -2. അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ എങ്ങനെ എഴുതാം? a എന്ന് പറയുന്നത് ഹെക്സാഡെസിമലിൽ a which is equal to എന്താണ്? 10 ആണല്ലോ. അപ്പൊ 10 into 16 raised to 2 plus 11 into 16 raised to 1 plus 4 into 16 raised to 0 plus c എന്ന് പറയുന്നത് equal to 12 ആണല്ലോ. 12 into 16 raised to -1 plus 13 into 16 raised to -2. ഈ ഒരു രീതിയിലാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കൺസെപ്റ്റ് ആണ്. ഇതിന് മുൻ വർഷത്തെ ക്വസ്റ്റ്യനിൽ നമ്പർ സിസ്റ്റം കൺവേർഷൻ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ ഏതൊരു നമ്പർ സിസ്റ്റം, ഒരു ബേസ് 6 വരുന്ന ഏതൊരു നമ്പർ സിസ്റ്റത്തിനെയും ഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം. അപ്പൊ ഡെസിമലിലോട്ട് ഒരു നമ്പർ സിസ്റ്റത്തിനെ നമ്മൾ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ആദ്യം മുതലേ പറഞ്ഞു. ഏത് നമ്പർ സിസ്റ്റം ആയിക്കോട്ടെ, ബേസ് 6 ഉള്ള ഏത് നമ്പർ സിസ്റ്റത്തിനെയും കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം പൊസിഷണൽ വെയിറ്റ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ നമുക്ക് എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ നോക്കിയാലേ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്ലിയർ ആവുള്ളൂ. ഇവിടെ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഈ ഒരു ബൈനറി നമ്പറിനെ നമുക്ക് എന്തിലോട്ട് കൺവേർട്ട് ചെയ്യണം? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ഇതൊരു ബേസ് 2 സിസ്റ്റം ആണ്. ഏതൊരു ഒരു ബേസ് R സിസ്റ്റത്തിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? പൊസിഷണൽ വെയിറ്റ് മെത്തേഡ് ചെയ്താൽ മതി. അപ്പൊ ഇവിടുത്തെ പൊസിഷണൽ വെയിറ്റ് എഴുതുക. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 2 raised to 3 plus 1 into 2 raised to 2 plus 1 into 2 raised to 1 plus 1 into 2 raised to 0. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്തിട്ട് ആഡ് ചെയ്യാം. 1 plus 2 plus 4 plus 8 ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 15 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 1 1 to the base 2. ഈ ഒരു ബൈനറി നമ്പർ സിസ്റ്റത്തിനെ കറസ്പോണ്ടിങ് ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 15 to the base 10 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? 1 0 1 0 1 0. ഇതും അഗെയിൻ ഒരു ബൈനറി നമ്പർ സിസ്റ്റം ആണ്. ഇതിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാം. പൊസിഷണൽ വെയിറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ എങ്ങനെ എഴുതാം? 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4 and 2 raised to 5. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 into 2 raised to 5 plus 0 into 2 raised to 4 plus 1 into 2 raised to 3 plus 0 into 2 raised to 2 plus 1 into 2 raised to 1 plus 0 into 2 raised to 0. എല്ലാം കൂടെ ആഡ് ചെയ്യൂ. നമുക്ക് എന്ത് കിട്ടും? 0 plus 2 plus 0 plus 8 plus 0 plus 32. എല്ലാം കൂടെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 42 എന്ന് കിട്ടും. അപ്പൊ ഈ ഒരു ബൈനറി നമ്പറിനെ കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വലന്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 42 to the base 10 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ഈ ബൈനറി നമ്പറിനെ നമ്മൾ കറസ്പോണ്ടിങ് എന്ത് ചെയ്യണം? ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അഗെയിൻ പൊസിഷണൽ വെയിറ്റ് വെച്ച് ചെയ്താൽ മതി. 2 raised to 0, 2 raised to 1, 2 raised to 2, 2 raised to 3, 2 raised to 4. അപ്പൊ എന്ത് വരും? 1 into 2 raised to 4 plus 0 into 2 raised to 3 plus 1 into 2 raised to 2 plus 0 into 2 raised to 1 plus 1 into 2 raised to 0. അപ്പൊ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുന്ന സമയത്ത് we'll get 21 to the base 10. ഇനി നമ്മൾ എന്ത് ചെയ്യാം? ബേസ് R സിസ്റ്റത്തിന്റെ ഡെസിമലിലോട്ടാണ്. ഇത്രയും നേരം നമ്മൾ ബൈനറിനെ എങ്ങനെ ഡെസിമലിലോട്ട് ആക്കാൻ നോക്കി. ഇനി നമുക്ക് നോക്കാം വളരെ സിമ്പിൾ ആയിട്ട് ഒരു ഒക്ടൽ നമ്പറിനെ എങ്ങനെ ഡെസിമലിലോട്ട് ആക്കാം. അപ്പൊ ഒക്ടലിന്റെ പൊസിഷണൽ വെയിറ്റ് എന്താ? 8 raised to 0. ഒക്ടൽ എന്ന് പറയുമ്പോൾ എന്താണ്? ബേസ് 8 സിസ്റ്റം ആണ്. അപ്പൊ അതിന്റെ പൊസിഷണൽ വെയിറ്റ്സ് ഇന്റിജർ പാർട്ടിൽ എങ്ങനെ വരും? 8 raised to 0, 8 raised to 1, 8 raised to 2 and so on. And fractional പാർട്ടിന് എങ്ങനെ വരും? 8 raised to -1, 8 raised to -2, 8 raised to -3 and so on എന്ന് വരും അല്ലെ? അപ്പൊ ഇവിടെ 8 raised to 0, 8 raised to 1, 8 raised to 2. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2
into 8 square plus 4 into 8 raised to 1 plus 5 into 8 raised to 0. അപ്പൊ ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും 128 plus 32 plus 5 ചെയ്യുന്ന സമയത്ത് 165 to the base 10 എന്ന് കിട്ടും. അപ്പൊ ഇവിടെ നമ്മൾ എന്തുവാ പഠിച്ചത്? ഒരു ഒക്ടൽ നമ്പറിനെ ഡെസിമലിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്നുള്ള ഒരു കാര്യം നമ്മൾ നോക്കിക്കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ഇവിടെ നമുക്കൊരു ഹെക്സാ ഡെസിമൽ തന്നിട്ടുണ്ട്. ഹെക്സാ ഡെസിമൽ എന്ന് പറയുമ്പോൾ ബേസ് 16 സിസ്റ്റം ആണ്. അതിന്റെ പൊസിഷണൽ വെയിറ്റ്സ് എന്താണ്? ഇന്റിജർ പാർട്ടിൽ 16 raised to 0, 16 raised to 1, 16 raised to 2 and so on. And fractional പാർട്ട് വരുമ്പോൾ 16 raised to -1, 16 raised to -2, 16 raised to -3 and so on എന്ന് വരും അല്ലെ. അപ്പം ഇവിടെ എന്തുവാ ക്വസ്റ്റ്യൻ വരുന്നത്? 3a to the base 16 കറസ്പോണ്ടിങ് ഡെസിമൽ ഇക്വലന്റിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? ഇവിടുത്തെ പൊസിഷൻ വെയിറ്റ് ചെയ്താ 16 raised to 0 and 16 raised to 1. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 3 into 16 raised to 1 plus a എന്ന് പറയുന്നത് എന്താണ്? a എന്ന് പറയുന്നത് 10 ആണല്ലോ. അപ്പം നമുക്ക് 10 into 16 raised to 0 എന്ന് എഴുതാം. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 48 plus 10 which is equal to 58 to the base 10 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്തതിലോട്ട് പോവാം. അപ്പൊ നമ്മൾ ഒരു ബേസ് ആർ സിസ്റ്റത്തിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യുക. അത് ഏത് ബേസ് ആയാലും ഹെക്സാ ഡെസിമൽ ടു ഡെസിമൽ നോക്കി, നമ്മൾ ബൈനറി ടു ഡെസിമൽ നോക്കി, ഒക്ടൽ ടു ഡെസിമൽ നോക്കി, ഏതൊരു നമ്പർ സിസ്റ്റം ഒരു ബേസ് ആർ നമ്പർ സിസ്റ്റത്തിനെ ഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ പൊസിഷണൽ വെയിറ്റ് മെത്തേഡ് വെച്ചിട്ട് വളരെ സിമ്പിൾ ആയിട്ട് കണ്ടുപിടിക്കാം. ഇനി നമുക്ക് തിരിച്ചു ഒരു ഡെസിമൽ നമ്പർ തന്നിട്ടുണ്ട്, അതിനെ ബൈനറിയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യാം? ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ് നോക്കുക. അപ്പൊ രണ്ട് ഉണ്ട്, ഒരു ഇന്റിജർ പാർട്ടും ഉണ്ട്, ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ടായിരിക്കും. അതിനെ രണ്ടും സെപ്പറേറ്റ് ആയിരിക്കണം സിംപ്ലിഫൈ ചെയ്യേണ്ടത്. ഇന്റിജർ പാർട്ടിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണ്? ഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. ഇന്റിജർ പാർട്ടിനെ റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡും ഫ്രാക്ഷണൽ പാർട്ടിനെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മെത്തേഡ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. എന്താണ് ഈ റിപ്പീറ്റഡ് ഡിവിഷൻ, എങ്ങനെയാണ് ഈ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പെർഫോം ചെയ്യുന്നതെന്ന് നമുക്ക് എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ആദ്യത്തെ എക്സാമ്പിൾ എന്ന് പറയുന്നത് 17 ആണ്. ഈ 17 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് എന്താക്കണം? 17 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് നോക്കാം. 17 രണ്ടിന്റെ ടേബിളിൽ ഒരു ബൈനറി ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യേണ്ടത്. നമുക്കൊരു ഡെസിമൽ നമ്പറിനെ ബൈനറി ഫോമിലോട്ടാണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ഏത് ഫോമിലായിട്ടാണ് കണ്ടുപിടിക്കേണ്ടത്, അതിന്റെ ബേസ് വെച്ചിട്ട് വേണം റിപ്പീറ്റഡ് ഡിവിഷൻ പെർഫോം ചെയ്യാൻ. അപ്പൊ ഇവിടെ 17, അതിനെ നമ്മൾ 2 കൊണ്ട് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യാം. 2ന്റെ ടേബിളിൽ 17 8 പ്രാവശ്യം 16, ബാലൻസ് 1, 2 4 പ്രാവശ്യം 8, ബാലൻസ് 0, 2 പ്രാവശ്യം 4, ബാലൻസ് 0, 2 1 പ്രാവശ്യം 2, ബാലൻസ് 0. ഇനി താഴെന്ന് മുകളിലോട്ട് എഴുതുക. അപ്പൊ നമുക്ക് എന്ത് വരും? 1 000 1 to the base 2 എന്ന് കിട്ടും. അതായത് നമുക്ക് എന്താ 17 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ നമ്മൾ കറസ്പോണ്ടിങ് ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 000 1 to the base 2 എന്ന് കിട്ടും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. 25 to the base 10 to binary. 25നെ നമ്മൾ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ അഗെയിൻ സെയിം, ഏതിലോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്? ബൈനറിയിലോട്ടാ കൺവേർട്ട് ചെയ്യുന്നത്. അതിന്റെ ബേസ് എന്താണ്? ബേസ് 2 ആണ്. അപ്പൊ നമ്മൾ 2 വെച്ച് പ്രൈം ഫാക്ടറൈസേഷൻ ചെയ്യുമ്പോൾ 1 പ്രാവശ്യം 2, 2 പ്രാവശ്യം 4, ബാലൻസ് 1, 2 6 പ്രാവശ്യം 12, ബാലൻസ് 0, 2 3 പ്രാവശ്യം 6, ബാലൻസ് 0, 2 1 പ്രാവശ്യം 2, ബാലൻസ് 1. അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? 1 0 1 to the base 2. അതായത് 25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിനെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് കണ്ടുപിടിച്ചു. എങ്ങനെയാണ്? റിപ്പീറ്റഡ് ഡിവിഷൻ. ഈ രണ്ട് ക്വസ്റ്റ്യനിലും എന്തായിരുന്നു? ഫ്രാക്ഷണൽ പാർട്ട് ഇല്ല. അപ്പൊ നിങ്ങൾക്ക് റിപ്പീറ്റഡ് ഡിവിഷൻ മാത്രമേ മനസ്സിലായുള്ളൂ, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ മനസ്സിലായില്ല. അത് വരും പ്രോബ്ലത്തിൽ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ വരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ഇനി അടുത്തത് എന്താണ്? 13 എന്ന് പറയുന്ന നമ്പറിനെ ബൈനറിയിലോട്ട് 13 എന്ന് പറയുന്ന നമ്പറിനെ നമ്മൾ എന്ത് ചെയ്യുക? ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുക. അപ്പൊ നമുക്ക് നോക്കാം. 13 ബൈനറിയിലോട്ടാ കൺവേർട്ട് ചെയ്യേണ്ട. അപ്പൊ ബേസ് 2ലോട്ടാ കൺവേർട്ട് ചെയ്യേണ്ട. 6 പ്രാവശ്യം 12, ബാലൻസ് 1, 2 3 പ്രാവശ്യം 6, ബാലൻസ് 0, 2 1 പ്രാവശ്യം 2, ബാലൻസ് 1. അപ്പൊ നമുക്ക് എങ്ങനെ വരും? താഴെന്ന് മുകളിലോട്ട് എഴുതുക. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 1 1 0 1 to the base 2 എന്ന് കിട്ടും.
അപ്പൊ 13 എന്ന ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 1101 ടു ദ ബേസ് 2 എന്ന് കിട്ടി. ഇനി നമുക്ക് അടുത്ത് നോക്കാം. അടുത്ത എന്താണ് 10.625. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാം, ഇന്റിജർ പാർട്ടും ഉണ്ട് ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇന്റിജർ പാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് റിപ്പീറ്റഡ് ഡിവിഷൻ, ഇപ്പൊ പഠിച്ച പോലെ റിപ്പീറ്റഡ് ഡിവിഷൻ പെർഫോം ചെയ്താൽ മതി. ആൻഡ് ഫ്രാക്ഷണൽ പാർട്ടിനെ കൺവേർട്ട് ചെയ്യാൻ എന്താ ചെയ്യേണ്ടത്, റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ആണ് അവിടെ പെർഫോം ചെയ്യേണ്ടത്. എന്താണ് റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പൊ നമുക്ക് നോക്കാം. 10നെ കൺവേർട്ട് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ്, നമ്മളിപ്പോ പഠിച്ച കാര്യമേ ഉള്ളൂ. 5 പ്രാവശ്യം 10 ബാലൻസ് 0, 2 പ്രാവശ്യം 4 ബാലൻസ് 1, 2 ഒരു പ്രാവശ്യം 2 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടും 1010 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് 10നെ കൺവേർട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താ കിട്ടുന്നത് 1010 എന്ന് കിട്ടും. ഇനി നമുക്കുണ്ട് ഫ്രാക്ഷണൽ പാർട്ടാണ് ഉള്ളത്. അപ്പൊ ഫ്രാക്ഷണൽ പാർട്ട് എന്താണ് 0.625. എഗെയിൻ നമുക്ക് ഏതിലോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്, ബൈനറിയിലോട്ടാ കൺവേർട്ട് ചെയ്യേണ്ടത്. ബൈനറിയുടെ ബേസ് എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ അത് വെച്ചിട്ട് തന്നെ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യാം. 0.625 into 2 ചെയ്ത് 1.25. അതായത് പോയിന്റിന് ശേഷം 0 വരുന്നത് വരെ ഈ ഫംഗ്ഷൻ, ഈ ഒരു പ്രോസസ്സ് നമ്മൾ റിപ്പീറ്റ് ചെയ്യണം. എങ്ങനെ റിപ്പീറ്റ് ചെയ്യണമെന്ന് ചോദിച്ചാൽ ഇപ്പൊ 0.625 into 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 1.25 എന്ന് കിട്ടും. ഈ 1 പോയിന്റിന് ശേഷം വരുന്ന നമ്പർ കൺസിഡർ ചെയ്യേണ്ട, ഇത് മാത്രം കൺസിഡർ ചെയ്യാം, 1 എടുക്കാം. ഇനി അടുത്തത് പോയിന്റിന് ശേഷം 0 വന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, പോയിന്റിന് ശേഷം എന്താണോ ഉള്ളത് അതെടുത്ത് പിന്നെയും റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ പെർഫോം ചെയ്യണം. അപ്പൊ 0.25 into 2 ചെയ്യാം 0.5. എഗെയിൻ പോയിന്റിന് ശേഷം നമ്പർ ഉണ്ട്, പിന്നെ എന്തുവാ 0.5 എടുത്ത് പിന്നെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1.0. ഇവിടെ എന്താണ് ഡെസിമലിന് ശേഷം വേറെ നമ്പേഴ്സ് ഇല്ല. അപ്പൊ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ എഴുതുക. നമ്മൾ ഡെസിമലിന് ശേഷമുള്ള നമ്പർ കൺസിഡർ ചെയ്യേണ്ട, അതിന് മുന്നേ ഉള്ള ഇന്റിജർ പാർട്ട് മാത്രം കൺസിഡർ ചെയ്യുക. അപ്പൊ 101 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം, 10.625നെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 1010.101 ടു ദ ബേസ് 2 എന്ന് കിട്ടും. അപ്പൊ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ചു, നമുക്ക് ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യണമായിരുന്നു. ആ ഡെസിമൽ നമ്പറിൽ എന്തൊക്കെയുണ്ട്, ഇന്റിജർ പാർട്ടും ഉണ്ട് ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട്. ഇന്റിജർ പാർട്ട് സിംപ്ലിഫൈ ചെയ്യാൻ നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ യൂസ് ചെയ്തു. ഫ്രാക്ഷണൽ പാർട്ട് സിംപ്ലിഫൈ ചെയ്യാൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ യൂസ് ചെയ്തു. റിപ്പീറ്റഡ് ഡിവിഷൻ വെച്ചിട്ട് 10ന്റെ നമ്മൾ കണ്ടുപിടിച്ചു. 0.625 കണ്ടുപിടിക്കാൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ അതെങ്ങനെയാണ്, ആദ്യം 0.625 into 2 ചെയ്തു. അപ്പൊ 1.25 കിട്ടി. പോയിന്റിന് ശേഷം 0 വന്നാലേ നമുക്കത് ആ ഒരു പ്രോസസ്സ് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും. അപ്പൊ അടുത്ത എന്താ, ആ പോയിന്റിന് ശേഷമുള്ള നമ്പർ 0.25 ആണ്. അതിനെ അഗെയിൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0.5 കിട്ടും. പിന്നെയും 0.5നെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1 കിട്ടും. ഡെസിമലിന് ശേഷം 0 ആയി. അപ്പൊ നമുക്ക് അവിടെ വെച്ച് നിർത്താം. അപ്പൊ ഇനി എന്താണ്, അപ്പൊ നമുക്ക് എന്നിട്ട് ബാക്കിയുള്ള ഇന്റിജർ പാർട്ടിലെ നമ്പേഴ്സ് മാത്രം എടുക്കുമ്പോൾ 101 എന്ന് കിട്ടും. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് എന്താണ്, ബൈനറി ടു ഒക്ടൽ കൺവെർഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം. ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. ബൈനറിനെ നമ്മൾ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പൊ ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, 3 ഡിജിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. അപ്പൊ നമ്മൾ ഇന്റിജർ പാർട്ട് ഉണ്ടെങ്കിൽ ഇന്റിജർ പാർട്ടിനെ ഈ രീതിയിൽ ഗ്രൂപ്പ് ചെയ്യുക. ഫ്രാക്ഷണൽ പാർട്ടും കൂടി ഉണ്ടെങ്കിൽ ഈ രീതിയിലോട്ട് ഗ്രൂപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പൊ ഇതിനെ നമ്മൾ ഗ്രൂപ്പ് ചെയ്തു. ഗ്രൂപ്പ് ചെയ്ത് എത്ര ഡിജിറ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്, 3 ഡിജിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യണം. അപ്പൊ ഇവിടെ നിന്നാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പൊ ഇതൊരു സെറ്റ്, ഇതൊരു സെറ്റ്. ഇനി ഇപ്പൊ നമുക്ക് 2 ഡിജിറ്റ് ഒന്ന് നിന്ന് പോവുകയാണ്, 3 ഡിജിറ്റ് വന്നില്ലെങ്കിൽ അഡീഷണലി ഉണ്ടെങ്കിൽ 0 പാഡിങ് ചെയ്യാം. അപ്പൊ ഇവിടെ 101 അതിന്റെ കറസ്പോണ്ടിങ് ഒക്ടൽ ഇക്വലന്റ് ചെയ്ത. അപ്പൊ 101 എന്ന് പറയുന്ന ഒരു ബൈനറി നമ്പർ ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് ഒക്ടൽ നമുക്ക് ഇപ്പം 1 to 15 കാണാതെ അറിയാന്നുള്ള ഒരു സ്റ്റുഡന്റിനാണെങ്കിൽ പെട്ടെന്ന് എഴുതാൻ പറ്റും. അങ്ങനെ കാണാതെ അറിയില്ല എങ്കിൽ പൊസിഷണൽ വെയിറ്റ് കൊണ്ട് പെട്ടെന്ന് മൾട്ടിപ്ലൈ ചെയ്താലും മതി. അപ്പൊ നമുക്ക് ഇവിടുത്തെ പൊസിഷണൽ വെയിറ്റ് എന്തൊക്കെയാണ്, 2 raised to 0 വരും, 2 raised to 1, 2 raised to 2. അപ്പം 1 into 2 raised to 0 plus 0 into 2 raised to 1 plus 1 into 2 raised to 4. അപ്പൊ 1 plus 4 എന്ന് വരും. 1 plus 4 which is equal to 5 എന്ന് കിട്ടും. അപ്പൊ 5 to the base 8. അപ്പൊ നമുക്ക് കറസ്പോണ്ടിങ് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യുക, ഗ്രൂപ്പ് ഓഫ് 3 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഒക്ടൽ ഇക്വലന്റ് എഴുതി കൊടുത്താൽ മതി. 101 എന്ന് പറയുമ്പോൾ 5ഉം 101 to the base 2 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമ്മൾ ഈ ഒരു ബൈനറി നമ്പറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് 55 to the base 8 എന്ന് കിട്ടും. ഇനി അടുത്തത് അഗെയിൻ ഒക്ടൽ, ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാം. 3 ബിറ്റ്സ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാം. ഇന്റിജർ പാർട്ടിനെ ഇങ്ങോട്ടും ഫ്രാക്ഷണൽ പാർട്ട് ഇങ്ങോട്ടും വരും. അപ്പൊ ഇത് ഒരു സെറ്റ് ഇവിടെ ഇങ്ങനെ വരും. അപ്പൊ എന്ത് വരും, 110
then 0 1 1 plus 1 0 1. ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഈ ഒക്ടൽ ഇക്വലന്റ് ചെയ്ത് ചെയ്യാൻ മതി. 1 1 0 എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. 0 1 1 എന്ന് പറയുന്നത് 3 ആണ്. 1 0 1 to the base 8 എന്ന് പറയുന്നത് 5 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 2 raised to 0 2 raised to 1 2 raised to 2 എന്ന് എഴുതാം. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 4 plus 2 plus 0 which is equal to 6. നമുക്ക് കാണാതെ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതി പോയാൽ മതി. കാണാതെ അറിയില്ലെങ്കിൽ പൊസിഷണൽ വെയിറ്റ് വെച്ച് ആഡ് ചെയ്ത് പോയാൽ മതി. അപ്പൊ 1 1 0 6 എന്ന് കിട്ടും. 0 1 1 3 എന്ന് കിട്ടും. അതായത് പൊസിഷണൽ വെയിറ്റ് കൊണ്ട് ആഡ് ചെയ്യുമ്പോൾ 2 raised to 0 2 raised to 1 2 raised to 2. അപ്പൊ 1 into 2 raised to 0 plus 1 into 2 raised to 1 plus 0 into 2 raised to 2 ചെയ്യുന്ന സമയത്ത് നമുക്ക് 3 എന്ന് കിട്ടും. 1 0 1 ചെയ്യുമ്പോൾ 5 എന്ന് കിട്ടും. അപ്പൊ ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാം? 3 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അപ്പൊ നമുക്ക് 63.5 എന്ന് എഴുതാൻ സാധിക്കും. ഇനി അടുത്തത് അഗെയിൻ ഒരു ബൈനറി നമ്പർ തന്നിട്ടുണ്ട്. നമ്മൾ ഇതിനോട്ട് ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യണം. അപ്പൊ ഇവിടോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഈ ഒരു രീതിയിലുള്ള ഗ്രൂപ്പ് ചെയ്യുന്നത്. അപ്പൊ 1 1 1 1 0 0 വരും. ഇവിടെ വരുമ്പോൾ 2 ഡിജിറ്റേ വന്നോളൂ. ഞാൻ പറഞ്ഞു 2 ഡിജിറ്റേ ഉള്ളൂ. 3 ആയില്ലെങ്കിൽ എന്ത് ചെയ്യാം? അവിടെ ഒരു 0 പാഡിങ് ചെയ്താൽ മതി. 0 പാഡിങ് ചെയ്യാൻ മറക്കരുത്. 0 പാഡിങ് ചെയ്യണം. അപ്പൊ 1 0 0 ചെയ്യുമ്പോൾ നമുക്ക് 4 എന്ന് കിട്ടും. 1 1 1 എന്ന് പറയുന്നത് 7 ആണല്ലോ. 0 1 0 എന്ന് പറയുന്നത് 2 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? 47.2 to the base 8 എന്ന് എഴുതാൻ സാധിക്കും. ഇനി അടുത്തത് നമ്മൾ നോക്കുന്നത് ബൈനറിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. ബൈനറി ഹെക്സാഡെസിമൽ ആണ് കൺവേർട്ട് ചെയ്യുന്നത്. അപ്പൊ ബൈനറി തന്നിട്ടുണ്ട്, ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബൈനറിനെ ഒക്ടലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 3 ബിറ്റ് ആയിട്ട് ഗ്രൂപ്പ് ചെയ്യാൻ പറഞ്ഞു. ഇന്റിജർ പാർട്ടിനെ ലെഫ്റ്റിൽ നിന്ന് റൈറ്റും മറ്റേത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ടും. അപ്പൊ നമ്മൾ 2 പറഞ്ഞു. ഇനി ഇതിന്റെ ഹെക്സാഡെസിമലിനെ ബൈനറിനെ ഹെക്സാഡെസിമലിലോട്ട് കൺവേർട്ട് ചെയ്യാൻ 4 ബിറ്റ് ആയിട്ടാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. അപ്പൊ അഗെയിൻ ഇന്റിജർ പാർട്ടിനെ ഈ ഒരു ഡയറക്ഷനിലാണ് ഗ്രൂപ്പ് ചെയ്യേണ്ടത്. ഫ്രാക്ഷണൽ പാർട്ട് വന്നാൽ ഈ ഡയറക്ഷനിൽ. ഇവിടെ 4 ആയിട്ട് നമ്മൾ ഗ്രൂപ്പ് ചെയ്യാം. 4 ആയിട്ട് ഗ്രൂപ്പ് ചെയ്തിട്ട് അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് എഴുതിയാൽ മതി. ഈ 1 0 1 0 എന്ന് പറയുന്നത് എന്താണ്? ഡെസിമൽ ഇക്വലന്റ് നമുക്ക് പൊസിഷണൽ വെയിറ്റ് മെത്തേഡ് വെച്ചിട്ട് ഡെസിമൽ ഇക്വലന്റ് എഴുതാം. അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ വാല്യൂ എഴുതിയാൽ മതി. 1 0 1 0 എന്ന് പറയുന്നത് എന്താണ്? 10 ആണ് അല്ലെ. 10ന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത് A ആണ്. ഇനി 1 1 1 1 എന്ന് പറയുന്നത് 15 ആണ്. അതിന്റെ കറസ്പോണ്ടിങ് ഹെക്സാഡെസിമൽ ഇക്വലന്റ് എന്ന് പറയുന്നത് F ആണ്. അപ്പൊ ഇതിന് നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് A 1 0 1 0 എയും 1 1 1 1 എന്ന് പറയുന്നത് 15 ആണ്. അതിനെ നമുക്ക് F എന്ന് എഴുതാം. അപ്പൊ AF to the base 16 എന്ന് കിട്ടും. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഒക്ടൽ നമ്പർ സിസ്റ്റത്തിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാനുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പം ആദ്യത്തേത് എന്താണ്? 257 to the base 8 to binary. അപ്പൊ ഒക്ടൽ ടു ബൈനറി കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം നമ്മൾ ഒക്ടൽ ടു ബൈനറി കൺവേർഷൻ ആണ്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള 3 ബിറ്റ് ഡിജിറ്റ് നമ്മൾ എഴുതി കൊടുത്താൽ മതി. 257 2 എന്ന് പറയുമ്പോൾ കറസ്പോണ്ടിങ് 2ന്റെ ബൈനറി എന്താണ്? 0 1 0 ആണ്. 5 എന്ന് പറയുമ്പോൾ എന്താണ്? 1 0 1 ആണ്. 7 എന്ന് പറയുമ്പോൾ എന്താണ്? 1 1 1 ആണ്. ഇനി അത് നമ്മൾ ഒരുമിച്ച് ചേർത്തങ്ങ് എഴുതിയാൽ മതി. അപ്പൊ നമ്മൾ 1 to 15 വരെ ഉള്ള നമ്പേഴ്സിന്റെ ബൈനറി ഇക്വലന്റ്, ഡെസിമൽ നമ്പറിന്റെ ബൈനറി ഇക്വലന്റ് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. എന്നാലേ നമുക്ക് സിംപ്ലിഫൈ ചെയ്ത് പെട്ടെന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ സാധാ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് കറക്റ്റ് നമുക്ക് ബൈനറിയിലോട്ട് റിപ്പീറ്റഡ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് ഒന്ന് കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് PSC എക്സാംസിന് കുറെ സമയം എടുക്കും. അപ്പൊ നമ്മൾ അങ്ങനെ കണ്ടുപിടിക്കാതെ 1 to 15ന്റെ വാല്യൂ നമുക്ക് കാണാതെ അറിയാമെങ്കിൽ ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് വളരെ പെട്ടെന്ന് എഴുതാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ റിപ്പീറ്റഡ് ഡിവിഷൻ റിപ്പീറ്റഡ് മൾട്ടിപ്ലിക്കേഷൻ ഒക്കെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ 257 to the base 8നെ ബൈനറിയിലോട്ട് ആക്കാൻ വേണ്ടിയിട്ട് 7ന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് ചെയ്ത 1 1 1 വരും. 5 ചെയ്യുമ്പോൾ എന്താണ്? 5 എന്ന് പറയുമ്പോൾ 1 0 1, 2 എന്ന് പറയുമ്പോൾ 0 1 0. നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് വെച്ചിട്ട് നമ്മൾ നേരത്തെ പഠിച്ച മെത്തേഡ് വെച്ചിട്ട് ഇത് ചെയ്യാം. കാണാതെ അറിയാമെങ്കിൽ പെട്ടെന്ന് തന്നെ എഴുതാൻ പറ്റും. അപ്പൊ എങ്ങനെ വരും? 0 1 0 1 0 1 1 1 1 എന്ന് വരും. അപ്പൊ 257 to the base 8നെ കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഇതാണ് നമുക്ക് കറസ്പോണ്ടിങ് ബൈനറി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇനി അടുത്തത് ഹെക്സാഡെസിമൽ ടു ബൈനറി കൺവേർഷൻ ആണ്. ഹെക്സാഡെസിമലിനെ എങ്ങനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നോക്കാം. അപ്പം ഹെക്സാഡെസിമൽ 2F to the base 16 ആണ്. ഇതിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യാൻ ഒന്നുമില്ല. അതിന്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലന്റ് ചെയ്ത ഇവിടെ നേരത്തെ എഴുതുന്ന സമയത്ത് ഒക്ടലായിരുന്ന സമയത്ത് 3 ബിറ്റ് ആണെങ്കിൽ ഹെക്സാഡെസിമലിനെ ബൈനറിയിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 4 ബിറ്റ് ആക്കി എഴുതാം. നമുക്കറിയാം 2 എന്ന് പറയുമ്പോൾ 4 ബിറ്റ് ആയിട്ട് എഴുതണമെങ്കിൽ എന്താണ്? 0 0 1 0. ഇനി F എന്ന് പറയുന്നത് 15 ആണ്. 15 എന്ന് പറയുമ്പോൾ 1 1 1 1 ആണ്. അപ്പൊ അതിന് നമ്മൾ എഴുതുന്ന സമയത്ത് 2F to the base 16 എന്ന് പറയുമ്പോൾ 0 0 1 0 1 1 1 1 to the base 2 എന്ന് വരും.
അപ്പൊ നമ്മൾ നമ്പർ സിസ്റ്റം എന്താണെന്ന് പഠിച്ചു, അതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കൺവർഷൻസും എല്ലാം ഡിസ്കസ് ചെയ്തു. ഇനി ബാക്കി ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട MCQs, ഷുവർ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് വരും വീഡിയോസിൽ ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മുടെ യൂട്യൂബിൽ ഇടുന്ന ക്ലാസ്സസിന്റെ നോട്ട്സ് സ്റ്റുഡൻസിന് ആക്സസ് ചെയ്യണമെങ്കിൽ നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുള്ള ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ആ ചാനലിലോട്ട് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നോട്ട്സ് എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പം ഈ ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന സ്റ്റുഡൻസിന് ടെക് PSCയുടെ വിജയാശംസകൾ. താങ്ക് യു.